ചിന്തിച്ചു നോക്കൂ, വെറും 10,000 രൂപ മൂലധനത്തിൽ വാടക വീടിന്റെ ഒരു ചെറിയ ഗാരേജിൽ ഒരു കമ്പനി തുടങ്ങുക. വലിയ നിക്ഷേപകരോ ആധുനിക സാങ്കേതിക വിദ്യയോ ഒന്നുമില്ല. പോരാത്തതിന് ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇത്തരം ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയില്ല എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു സമൂഹം. എന്നാൽ അന്ന് ആ ഗാരേജിൽ തുടങ്ങിയ ആ ചെറിയ സ്റ്റാർട്ടപ്പ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന $1 ബില്യൺ ബിസിനസ് സാമ്രാജ്യമായി മാറിയാലോ? ഇതൊരു സിനിമയുടെ തിരക്കഥയല്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ കഥ ബയോകോൺ എന്ന ലോകോത്തര കമ്പനിയുടെയും അസാധ്യമെന്ന് ലോകം കരുതിയ കാര്യങ്ങൾ സ്വന്തം പരിശ്രമം കൊണ്ട് സാധിച്ചെടുത്ത കിരൺ മജുംദാർ ഷാ എന്ന ധീരയായ വനിതയുടെയും യഥാർത്ഥ ജീവിതകഥയാണ്. ഈ കഥ തുടങ്ങുന്നത് കിരൺ മജുംദാർ ഷായുടെ ചെറുപ്പകാലത്ത് നിന്നാണ്. അവരുടെ പിതാവ് ബാംഗ്ലൂരിലെ യുണൈറ്റഡ് ബ്രൂവറീസിൽ ഒരു ബ്രൂ മാസ്റ്ററായി വർക്ക് ചെയ്യുകയായിരുന്നു. അച്ഛന്റെ പാത പിന്തുടർന്ന് ബിയർ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കാനായിരുന്നു കിരണിനും ആഗ്രഹം. അങ്ങനെ ഓസ്ട്രേലിയയിലെ ബെല്ലാരറ്റ് സർവകലാശാലയിൽ പോയി അവർ ബ്രൂവിംഗ് പഠിച്ചു. മികച്ച മാർക്കോടെ മാസ്റ്റർ ബ്രൂവർ ബിരുദം നേടിയ ശേഷം വലിയ സ്വപ്നങ്ങളുമായി കിരൺ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചതിലും വളരെ മോശമായിരുന്നു. ഒരു ബ്രൂവറി മാനേജർ ജോലിക്ക് വേണ്ടി അവർ നിരവധി കമ്പനികളെ സമീപിച്ചു. എന്നാൽ എല്ലായിടത്തു നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത നിരാശയാണ്. കിരണിന് കഴിവില്ലാഞ്ഞിട്ടല്ല അവർക്ക് ജോലി നിഷേധിക്കപ്പെട്ടത്, മറിച്ച് അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. പുരുഷന്മാർ മാത്രം അടക്കി വാഴുന്ന ബിയർ നിർമ്മാണ മേഖലയിൽ ഒരു യുവതിയെ മാനേജരായി നിയമിക്കാൻ അന്നൊരു കമ്പനിയും തയ്യാറായില്ല. ലിംഗവിവേചനം എന്ന വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ കിരണിന്റെ സ്വപ്നങ്ങൾ തകർന്നടിയുന്ന അവസ്ഥയിലായി. ഒരു വേള ഇന്ത്യയിലെ ശ്രമങ്ങൾ ഉപേക്ഷിച്ച് ജോലി അന്വേഷിച്ച് സ്കോട്ട്ലൻഡിലേക്ക് പോകാൻ പോലും അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊരു വലിയ ലക്ഷ്യമായിരുന്നു. ആ സമയത്താണ് അയർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോകോൺ ബയോ കെമിക്കൽസ് എന്ന കമ്പനിയുടെ സ്ഥാപകനായ ലെസ്ലി ഓക്കിൻക്ലോസിനെ കിരൺ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നത്. ഇന്ത്യയിൽ എൻസൈമുകൾ വേർതിരിച്ചെടുക്കുന്ന ഒരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ താൽപ്പര്യമുള്ള ഒരു ഇന്ത്യൻ പങ്കാളിയെ അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. കിരണിന്റെ കഴിവിൽ അദ്ദേഹം വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ 1978 തന്റെ 25-ാമത്തെ വയസ്സിൽ കിരൺ ബയോകോൺ ഇന്ത്യ എന്ന കമ്പനിക്ക് തുടക്കം കുറിച്ചു. കമ്പനിയുടെ തുടക്കം വളരെ ലളിതമായിരുന്നു. വാടകയ്ക്ക് താമസിച്ചിരുന്ന ബാംഗ്ലൂരിലെ വീടിന്റെ ഗാരേജിലാണ് കമ്പനി പ്രവർത്തിച്ചു തുടങ്ങിയത്. കയ്യിലുണ്ടായിരുന്ന ആദ്യ നിക്ഷേപം വെറും 10,000 രൂപ മാത്രം. കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ 25-കാരിയായ ഒരു പെൺകുട്ടി നടത്തുന്ന സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ കിരൺ നിയമിച്ച ആദ്യത്തെ ജീവനക്കാരൻ ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു ഗാരേജ് മെക്കാനിക്കായിരുന്നു. ആദ്യത്തെ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത് അടുത്തുള്ള 3000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടിൻഷീറ്റ് മേഞ്ഞ ഒരു ചെറിയ ഷെഡിലായിരുന്നു. തുടക്കത്തിൽ ബയോകോണിന്റെ പ്രധാന ജോലി വളരെ ലളിതമായിരുന്നു. ഇറച്ചി മൃദുവാക്കാൻ ഉപയോഗിക്കുന്ന പപ്പായയിൽ നിന്നുള്ള പപ്പൈൻ, അതുപോലെ ബിയർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളിൽ നിന്നുള്ള ഐസിംഗ്ലാസ് എന്നീ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു അത്. അക്കാലത്ത് അവരുടെ ലാബിലുണ്ടായിരുന്ന ഏറ്റവും സങ്കീർണമായ ഉപകരണത്തിന്റെ പേര് സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥ പ്രതിസന്ധികൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുതിയ ബിസിനസ് വളർത്താൻ പണം അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ കിരൺ ബാങ്കുകളെ സമീപിച്ചപ്പോൾ അവരെ കാത്തിരുന്നത് കൊടിയ അവഗണനയാണ്. ഇന്ത്യയിൽ അന്ന് ബയോടെക്നോളജി എന്ന വാക്ക് തന്നെ പലർക്കും അപരിചിതമായിരുന്നു. പരീക്ഷിക്കപ്പെടാത്ത ഒരു ബിസിനസ് മോഡൽ, പോരാത്തതിന് ബിസിനസ് പശ്ചാത്തലമില്ലാത്ത ഒരു യുവതി. ഈ കാരണങ്ങൾ പറഞ്ഞ മിക്ക ബാങ്ക് മാനേജർമാരും അവർക്ക് ലോൺ നിഷേധിച്ചു. ഒടുവിൽ ഒരു പാർട്ടിയിൽ വെച്ച് യാദൃശ്ചികമായി പരിചയപ്പെട്ട ഒരു ബാങ്കറാണ് അവർക്ക് ആദ്യമായി സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായത്. പണം ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. 1978 ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമായിരുന്നു. നിരന്തരം പോകുന്ന വൈദ്യുതി, ഗുണനിലവാരമില്ലാത്ത വെള്ളം, അണുവിമുക്തമായ ലാബുകളുടെ അഭാവം എന്നിവ ബിസിനസിനെ സാരമായി ബാധിച്ചു. വിദേശത്തു നിന്ന് മികച്ച ഗവേഷണ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്നത് അന്ന് വലിയൊരു കടമ്പയായിരുന്നു. ഇതിനെല്ലാം പുറമെ ശാസ്ത്രീയ പരിജ്ഞാനമുള്ള ജോലിക്കാരെ ലഭിക്കാനും അവർ ബുദ്ധിമുട്ടി. എന്നാൽ ഈ പ്രതിസന്ധികൾക്ക് മുന്നിലൊന്നും ആ യുവതി തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. സ്ഥാപിച്ച ആദ്യ വർഷം തന്നെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും എൻസൈമുകൾ കയറ്റുമതി ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി ബയോകോൺ മാറി. ആദ്യത്തെ വർഷത്തെ ലാഭം ഉപയോഗിച്ച് കിരൺ 20 ഏക്കർ സ്ഥലം വാങ്ങി. ഭാവിയിൽ കമ്പനി വികസിപ്പിക്കണം എന്ന ഉറപ്പായ ലക്ഷ്യം അന്ന് തന്നെ അവർക്കുണ്ടായിരുന്നു. 1989 ബയോകോണിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവുണ്ടായി. അയർലൻഡിലെ അവരുടെ മാതൃ കമ്പനിയെ പ്രശസ്ത ആഗോള ബ്രാൻഡായ യൂണിലിവർ ഏറ്റെടുത്തു. ഇതോടെ യൂണിലിവർ ബയോകോണിന്റെ പങ്കാളികളായി മാറി. ഇതൊരു വലിയ സുവർണ അവസരമായിരുന്നു. യൂണിലിവറുമായുള്ള ബന്ധം ബയോകോണിന് ആഗോളതലത്തിൽ മികച്ച വിപണിയും മാനേജ്മെന്റ് രീതികളും പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ കിരൺ മജുംദാർ ഷായുടെ ലക്ഷ്യങ്ങൾ ഇതിലും വലുതായിരുന്നു. മറ്റൊരു കമ്പനിയുടെ കീഴിൽ ഒതുങ്ങി നിൽക്കാൻ കിരൺ ആഗ്രഹിച്ചില്ല.
1998 സ്വന്തം കമ്പനിയെ സ്വതന്ത്രമാക്കാൻ കിരണും ഭർത്താവ് ജോൺ ഷായും ചേർന്ന് ഒരു ധീരമായ തീരുമാനമെടുത്തു. യൂണിലിവറിന്റെ കൈവശമുണ്ടായിരുന്ന ഷെയറുകൾ അവർ മുഴുവനായി വിലയ്ക്ക് വാങ്ങി. അതോടെ ബയോകോൺ പൂർണ്ണമായും ഒരു സ്വതന്ത്ര ഇന്ത്യൻ കമ്പനിയായി മാറി. ഇത് കിരൺ ഏറ്റെടുത്ത ഏറ്റവും വലിയ റിസ്കുകളിൽ ഒന്നായിരുന്നു. കാരണം ഇനി കമ്പനിയുടെ ലാഭനഷ്ടങ്ങൾക്ക് അവർ മാത്രമായിരുന്നു പൂർണ്ണ ഉത്തരവാദി. സ്വതന്ത്ര കമ്പനി ആയതോടെ കിരൺ ബിസിനസ് സ്ട്രാറ്റജിയിൽ വലിയൊരു മാറ്റം വരുത്തി. അതുവരെ എൻസൈമുകൾ മാത്രം ഉണ്ടാക്കിയിരുന്ന ബയോകോണിനെ അവർ ഒരു ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാക്കി മാറ്റി. പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്കുള്ള വില കുറഞ്ഞ മരുന്നുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ പുതിയ ലക്ഷ്യം. ഇത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഈ മേഖലയിൽ ആഗോള ഫാർമ വമ്പന്മാരുമായാണ് അവർക്ക് മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ തീരുമാനമാണ് ബയോകോണിന്റെ തലവര മാറ്റി എഴുതിയത്. പിന്നീട് അങ്ങോട്ട് ബയോകോണിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങൾ നടത്താൻ 1994 തന്നെ സിൻജീൻ എന്നൊരു ഉപകമ്പനി അവർ തുടങ്ങിയിരുന്നു. 2001 കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ലോവാസാറ്റിൻ എന്ന മരുന്ന് നിർമ്മിക്കാൻ അമേരിക്കൻ FDA അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി ബയോകോൺ മാറി. ഈ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ 2004 ബയോകോൺ ഓഹരി വിപണിയിലേക്ക് പ്രവേശിച്ചു. ആദ്യ ദിവസം തന്നെ കമ്പനിയുടെ IPO 33 മടങ്ങ് അധികമാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത്. അതോടെ ബയോകോണിന്റെ വിപണി മൂല്യം 1000 കോടി രൂപ കടന്നു. സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിലയിൽ മികച്ച മരുന്നുകൾ നൽകുക എന്നതായിരുന്നു ബയോകോണിന്റെ രീതി. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രമേഹ രോഗികൾക്കായി അവർ വികസിപ്പിച്ചെടുത്ത ഇൻസുജൻ. വില കൂടിയ വിദേശ ഇൻസുലിൻസ് ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായി മാറി. സ്തനാർബുദ ചികിത്സയ്ക്കായി വിലക്കുറവുള്ള മരുന്നുകളും അവർ പുറത്തിറക്കി. എന്നാൽ ഈ വളർച്ചയുടെ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ ബയോസിമിലേഴ്സ് കണ്ടുപിടിക്കുക എന്നത് കോടിക്കണക്കിന് രൂപയും വർഷങ്ങളുടെ കാത്തിരിപ്പും വേണ്ട ഒരു പ്രക്രിയയാണ്. അസൽ ബയോളജിക്കൽ മരുന്നിന്റെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന, അതിനോട് വളരെ അടുത്ത ഗുണമേന്മയും ഫലവുമുള്ള മറ്റൊരു മരുന്നിനെയാണ് ബയോസിമിലർ എന്ന് പറയുന്നത്. ഇതിനുള്ള പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടാൽ മുടക്കിയ പണം മുഴുവൻ നഷ്ടമാകും. അമേരിക്കയിലും യൂറോപ്പിലും മരുന്നുകൾക്ക് അനുമതി ലഭിക്കാൻ അവർക്ക് കർശനമായ നിയമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. വില കുറഞ്ഞ മരുന്നുകളുമായി ഇന്ത്യൻ കമ്പനി ആഗോള വിപണിയിലേക്ക് വരുന്നത് പല വമ്പൻ കമ്പനികൾക്കും ഇഷ്ടപ്പെട്ടില്ല. വിപണിയിലെ കടുത്ത മത്സരങ്ങളെയും പ്രതിസന്ധികളെയും ബയോകോണിന് ശക്തമായി നേരിടേണ്ടി വന്നു. ഇതിനിടയിലാണ് കമ്പനി തങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് നീക്കം നടത്തിയത്. വിയാട്രിസ് എന്ന ആഗോള കമ്പനിയുടെ ബയോസിമിലർ ബിസിനസ് ബയോകോൺ ശതകോടികൾ മുടക്കി ഏറ്റെടുത്തു. ലോകത്തെ 120-ലധികം രാജ്യങ്ങളിലേക്ക് ബയോകോൺ നേരിട്ട് തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ചു. വ്യത്യസ്ത രാജ്യങ്ങളിലെ നിയമങ്ങൾ, വിപണികൾ, ഭാഷകൾ എന്നിവ ഏകോപിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നെങ്കിലും ആ പ്രതിസന്ധിയെയും അവർ വിജയകരമായി മറികടന്നു. ഇന്ന് ബയോകോൺ വെറും ഒരു കമ്പനിയല്ല, ഇന്ത്യയുടെ അഭിമാനമായ ഒരു ബഹുരാഷ്ട്ര ഫാർമ സാമ്രാജ്യമാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ ബയോകോൺ ബയോളജിക്സിന്റെ വാർഷിക വരുമാനം $1 ബില്യൺ കടന്നു. 10,000 കോടി രൂപയുടെ വിപണി മൂല്യമുള്ള ഈ കമ്പനിയിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. കിരൺ മജുംദാർ ഷാ എന്ന അതുല്യ പ്രതിഭയെ തേടി പത്മശ്രീയും പത്മഭൂഷണും ഉൾപ്പെടെ നിരവധി ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ എത്തിച്ചേർന്നു. ഒരിക്കൽ ബാങ്കുകൾ ലോൺ നൽകാൻ മടിച്ച അതേ കമ്പനി ഇന്ന് ആഗോള ഫാർമ വ്യവസായത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാണ്. ബയോകോണിന്റെയും കിരൺ മജുംദാർ ഷായുടെയും ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. പണമല്ല, മറിച്ച് തളരാത്ത ആത്മവിശ്വാസവും കൃത്യമായ വീക്ഷണവുമാണ് ഒരു വലിയ ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറായതാണ് ബയോകോണിന്റെ വിജയരഹസ്യം. അന്ന് ആ ബിയർ കമ്പനിയിൽ കിരണിന് ജോലി നൽകിയിരുന്നെങ്കിൽ ഇന്നവർ ഒരുപക്ഷെ വിരമിച്ച ഒരു സാധാരണ ഉദ്യോഗസ്ഥ മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്നു. സമൂഹം മുന്നിൽ കൊട്ടിയടച്ച വാതിലുകൾക്ക് മുന്നിൽ നിന്ന് നിരാശപ്പെടാതെ സ്വന്തമായി ഒരു സാമ്രാജ്യം പടുത്തുയർത്തി ലോകത്തിന് മുന്നിൽ ഒരു റോൾ മോഡലായി മാറിയ ഈ കഥ എന്നും ഒരു വലിയ പ്രചോദനമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല.